ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ തുടർച്ചയായ 4ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. ദ്വാരപാലക ശില്പങ്ങൾ കോടി രൂപയ്ക്ക് വിറ്റഴിച്ച ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം ഉയർത്തിയ ബാനർ നീക്കണമെന്ന സ്പീക്കറുടെ ആവർത്തിച്ചുള്ള നിർദ്ദേശവും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം അവസാനിച്ചപ്പോഴാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി. ഉന്തിലും തള്ളിലും വാച്ചാൻ വാർഡിന് പരിക്കേറ്റെന്ന് സ്പീക്കർ പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ സമീപനത്തിന് ഇന്നും മാറ്റമുണ്ടായില്ല. തുടക്കത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പ്രഖ്യാപിച്ചു. സർ, ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹം വലിയ വിലയ്ക്ക് വിറ്റിരിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നതുമായി ഞങ്ങൾ സമരവുമായി ഞങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതോടെ സ്പീക്കറുമായി വാക്കേറ്റവും നടന്നു. നിങ്ങൾക്ക് ക്രമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്രമപ്രശ്നങ്ങൾ സീറോ അവറിൽ ഉന്നയിക്കാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ. നിങ്ങൾക്ക് കേവലമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒക്കെ യുക്കാൻ, അല്ലാതെ ഇതിന്റെ മുകളിൽ പ്രസംഗം നടത്താൻ പറ്റില്ല. ഇതോടെ സഭ ബഹളത്തിന് വഴിമാറി. പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനവുമായി ഭരണപക്ഷവും എഴുന്നേറ്റു. പ്രതിപക്ഷ നേതാവിന്റെ അക്രമാഹ്വാനമാണ് ഇപ്പൊ നാം കാണുന്നത്. ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മുദ്രാവാക്യം വിളിച്ചും സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചും പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചു. എങ്കിലും ചോദ്യോത്തരവേള പൂർത്തീകരിച്ചു. ശൂന്യവേള തുടങ്ങിയതോടെ രംഗം മാറി. പ്രതിപക്ഷ അംഗങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ വാച്ചാൻ വാർഡുമായി ഉന്തുതള്ളുമായതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. ബഹുമാനപ്പെട്ട അംഗത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സാർ. സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയാണ്. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോഴും ബഹളത്തിന് ഒട്ടും കുറവുണ്ടായില്ല. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നടപടിയെടുക്കാതെ പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ, അതിന് കൂട്ടുനിന്ന ആളുകൾ, വീണ്ടും വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ, അവർക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തിയായി ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും തീർന്നപ്പോഴാണ് ബഹിഷ്കരണമെന്നായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള പരിഹാസം. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയത് സാർ, ഒരു ആവേശത്തിൽ കിണറിലിറങ്ങിപ്പോയി സാർ. വേറൊരു ആവേശത്തിൽ കിണറിന് കയറാൻ പറ്റില്ല എന്നുള്ളത് പഠിച്ചില്ല സാർ. ഇതുപോലെ ആവനാഴിയിൽ അമ്പുകളില്ലാതെ നിസ്സഹായരായ ഒരു പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ സാർ? പ്രതിപക്ഷങ്ങളുമായുള്ള ഉന്തും തള്ളിൽ സഭയിലെ ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റു. പരിക്കേറ്റ ചീഫ് മാർഷലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം സഭ വിട്ടതോടെ ഇന്നും നാളെയുമായി പരിഗണിക്കാനിരുന്ന എല്ലാ ബില്ലുകളും പാസാക്കി സഭാസമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.